പെറുവിലെ ലിമയിലൂടെയുള്ള സഞ്ചാരം തുടരുകയാണ്. തെരുവോരത്ത് പൂജാദ്രവ്യങ്ങൾ വിൽക്കുന്ന ധാരാളം കടകൾ. പ്രശസ്തമായ നസ്രയൻ ചർച്ചിന് സമീപത്തെ തെരുവാണിത്. പർപ്പിൾ നിറമുള്ള അലങ്കാരങ്ങളാണ് തെരുവിലെങ്ങും. ഇവിടെ ഇങ്ങനെയൊരു കച്ചവടമുണ്ട്. തേങ്ങ പൊട്ടിച്ച് കാമ്പ് വിൽക്കുകയാണ്. സ്ക്രൂ ഡ്രൈവർ കൊണ്ട് വളരെ പാടുപെട്ടാണ് തേങ്ങ പൊട്ടിക്കുന്നത്. ഒരു മലയാളിക്ക് ഇത് കണ്ടാൽ സഹിക്കുമോ? തേങ്ങ പൊട്ടിക്കാൻ മറ്റെന്തെല്ലാം മാർഗങ്ങളുണ്ട്? പെറൂവിയൻ രീതി ഇതായിരിക്കാം. വഴിയോരത്ത് ഇങ്ങനെ കുറെ കച്ചവട പീടികകളുണ്ട്. ഡോണ പെപ്പ എന്നറിയപ്പെടുന്ന പ്രത്യേകതരം കുക്കീസാണ് ഇവിടുത്തെ വിൽപ്പന വസ്തു. നല്ല മധുരമുള്ള പലഹാരം. പെറുവിലെ ക്രിസ്തീയ വിശ്വാസവുമായി ബന്ധമുള്ള പലഹാരം കൂടിയാണ് ഡോണ പെപ്പ. നിർമ്മാണശാലയിൽ നിന്നും പെട്ടികളിലാക്കി കൊണ്ടുവരുന്ന ഡോണ പെപ്പ കടയിൽ നിറച്ചുകൊണ്ടിരിക്കുന്നു. 4 നൂറ്റാണ്ടിലേറെയായി ഈ പലഹാരം ലിമയുടെ തെരുവുകളിൽ വിതരണം ചെയ്യപ്പെടുന്നു. പർപ്പിൾ മന്ത് എന്ന് ഇന്നാട്ടുകാർ വിശേഷിപ്പിക്കുന്ന ഒക്ടോബർ മാസത്തിലാണ് ഇത് ഏറ്റവും അധികം വിറ്റഴിയുക. കടയിലെ ജീവനക്കാർ ഡോണ പെപ്പയുടെ സാമ്പിൾ നടന്നു പോകുന്നവർക്കെല്ലാം വിതരണം ചെയ്യുന്നുണ്ട്. ഞാൻ 8-10 കടകളിൽ നിന്ന് സാമ്പിൾ പരിശോധിച്ചു. ഒക്ടോബർ മാസത്തിൽ ഡോണ പെപ്പയ്ക്ക് പ്രാധാന്യമുണ്ടായതിനു പിന്നിൽ ഒരു കഥയുണ്ട്. 400 വർഷം മുൻപത്തെ സംഭവമാണ്. പെറുവിലെ കാനറ്റയിൽ നിന്നും മോചിതയായ ആഫ്രിക്കൻ അടിമ സ്ത്രീയായിരുന്നു ജോസഫ മർമാനിലോ. ഡോണ പെപ്പ എന്നായിരുന്നു അവർ അറിയപ്പെട്ടിരുന്നത്. പക്ഷാഘാതത്തെ തുടർന്ന് അവശയായ ഡോണ പെപ്പ ഒരു നാൾ ലിമയിലെത്തി. ഇവിടുത്തെ ലോർഡ് ഓഫ് മിറക്കിൾ ദേവാലയത്തിലെത്തി പ്രാർത്ഥിച്ചതോടെ ഡോണയുടെ അസുഖം മാറി. സന്തോഷവതിയായ അവർ ഉണക്കപ്പഴങ്ങളും ശർക്കരയുമെല്ലാം ചേർത്ത് ഒരു പലഹാരമുണ്ടാക്കി ലോർഡ് ഓഫ് മിറക്കിൾസിന്റെ വിശ്വാസികൾക്കെല്ലാം വിതരണം ചെയ്തു. ആ സംഭവത്തിന്റെ ഓർമ്മ പുതുക്കിയാണ് ഒക്ടോബറിൽ ലിമയിലെങ്ങും ഡോണ പെപ്പ എന്ന് പേരു ലഭിച്ച പ്രത്യേക പലഹാരം വിതരണം ചെയ്യുന്നത്. ഇവിടെ വഴിയരികിൽ ഒരു പരിചയക്കാരനെ കണ്ടു. ബജാജ് ഓട്ടോറിക്ഷ. തെല്ല് പ്രായമുണ്ട്. എങ്കിലും ഒരു നാട്ടുകാരനെ കണ്ടുമുട്ടിയതിന്റെ സന്തോഷം തോന്നി എനിക്ക്. നസ്രായൻ ദേവാലയത്തിന്റെ മുന്നിലേക്കാണ് നടന്നെത്തിയിരിക്കുന്നത്. സാങ്ച്വറി ഓഫ് ലാസ് നസ്രേനാസ് എന്നറിയപ്പെടുന്ന ദേവാലയം. അതിനു മുന്നിൽ വലിയ ജനത്തിരക്കാണ്. സമീപത്തെ കടകളിൽ നിന്നും വഴിയോര കച്ചവടക്കാരിൽ നിന്നും പൂജാദ്രവ്യങ്ങൾ വാങ്ങി പള്ളിയുടെ മുന്നിൽ വന്ന് ആളുകൾ ക്യൂ നിൽക്കുകയാണ്. ഞാൻ പള്ളിയുടെ മുറ്റത്തേക്ക് ചെന്നു. നീളൻ വേലിക്കെട്ടിനകത്തുകൂടി വരിവരിയായി നീങ്ങുന്ന ആളുകൾ. ലാറ്റിൻ അമേരിക്കയിലെ ക്രിസ്ത്യാനികൾ നമ്മുടെ ഉത്തരേന്ത്യയിലെ ഹിന്ദുക്കളെ പോലെയാണ്. തീവ്രമായ വിശ്വാസം പുലർത്തുന്നവർ. ചിലപ്പോൾ അത് അന്ധവിശ്വാസം വരെയായി മാറും. ഞാൻ പള്ളിക്കകത്തേക്ക് കയറി ചെന്നു. ഇവിടെ ഇങ്ങനെയൊരു ചിത്രമുണ്ട്. ക്രൂശിതനായ യേശുവും കന്യാമറിയവും മഗ്ദലന മറിയവും ഉണ്ടതിൽ. അതാണിവിടെ പ്രധാനമായും വിശ്വാസികൾ വണങ്ങുന്ന ചിത്രം. ആ ചിത്രത്തിൽ തൊട്ട് പ്രാർത്ഥിക്കുന്നതിനും കാണിക്കയിടുന്നതിനും മറ്റുമാണ് ആളുകൾ ക്യൂ നിൽക്കുന്നത്. പൗരാണിക ഭാവമുള്ള ഒരു അൾത്താര. മോചിതനായ ഒരു ആഫ്രിക്കൻ അടിമ വരച്ച ചിത്രത്തിന്റെ പേരിൽ പ്രശസ്തമായ ദേവാലയമാണിത്. 1651 ലിമയിലെ ഒരു കെട്ടിടച്ചുവരിൽ കരിക്കട്ട കൊണ്ട് വരച്ച ചിത്രമാണ് പിന്നീട് ലിമയുടെ സംരക്ഷകനായി ആരാധിക്കപ്പെടുന്ന ലോർഡ് ഓഫ് മിറക്കിൾസ് ആയി മാറിയത്. ഇക്കാണുന്ന ചിത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. 2 ടൺ ഭാരമുള്ള ഒരു മഞ്ചലിനുള്ളിലാണ് അത് സ്ഥാപിച്ചിരിക്കുന്നത്. ആ ചിത്രവും എഴുന്നള്ളിച്ച് ഒക്ടോബർ അവസാന വാരത്തിൽ ലിമ നഗരത്തിലൂടെ 24 മണിക്കൂർ നീളുന്ന ഒരു പടുകൂറ്റൻ പ്രദക്ഷിണം നടക്കാറുണ്ട്. ലിമയിൽ നടക്കുന്ന ഏറ്റവും വലിയ പരേഡുകളിലൊന്നാണത്. ഞാൻ ദേവാലയത്തിൽ നിന്നും പുറത്തേക്ക് നടന്നു. വേലിക്കെട്ടിലൂടെ പള്ളിയിലേക്ക് തീർത്ഥാടകർ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. വിശുദ്ധരുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത ബാഡ്ജുകളും കൊന്തകളും മറ്റും വിൽക്കുന്ന നിരവധി ആളുകൾ. പർപ്പിളാണ് ഈ മാസത്തിൽ ഇവിടുത്തെ നിറം. വിൽപ്പന വസ്തുക്കളിലും കടകളിലെ അലങ്കാരങ്ങളിലും ആളുകളുടെ വേഷത്തിൽ പോലും പർപ്പിൾ കൂടുതലായും കാണാം. ആദ്യകാലത്ത് ലോർഡ് ഓഫ് മിറക്കിൾസിന്റെ ചിത്രത്തെ സംരക്ഷിച്ചിരുന്ന സന്യാസിനിമാരുടെ വേഷം പർപ്പിൾ നിറത്തിലുള്ളതായിരുന്നു. അതിന്റെ സ്മരണയിലാണ് ഒക്ടോബർ മാസം ഇവിടെ പർപ്പിൾ മന്തായി ആചരിക്കുന്നത്. പള്ളിയുടെ പിൻഭാഗത്തേക്കാണ് എന്റെ നടത്തം.
അവിടെയും പ്രത്യേകതയുള്ള ചില കാഴ്ചകളുണ്ട്. വഴിയോരത്തെല്ലാം കച്ചവടക്കാർ നിരന്നിരിക്കുന്നു. പള്ളിയുടെ പിൻഭാഗത്തുമുണ്ട് ഇങ്ങനെയൊരു ചിത്രം, ക്രൂശിതനായ യേശുക്രിസ്തുവിന്റെ ചിത്രം. അതിനു മുന്നിൽ കുറേയേറെ മെഴുകുതിരികൾ എരിയുന്നു. പർപ്പിൾ നിറത്തിലുള്ള മെഴുകുതിരികൾ. ദൃഢമായ വിശ്വാസത്തിന്റെ പ്രതിഫലനമാണ് ഇവിടെയെല്ലാം കാണാനാവുന്നത്. 1651 ആഫ്രിക്കൻ അടിമ കരിക്കട്ട കൊണ്ട് വരച്ച ചിത്രത്തിന്റെ പകർപ്പുകളാണ് ഈ ദേവാലയത്തിന്റെ പുറത്തും അകത്തുമുള്ളത്. ഞാൻ ടാക്ന അവന്യൂവിനെ കുറുകെ കടന്നു. പാതയ്ക്കപ്പുറം സാങ്ച്വറി ഓഫ് ലാസ് നസറേനാസ് എന്ന ഞാനിപ്പോൾ സന്ദർശിച്ച ദേവാലയം. ചുറ്റുമുള്ള കെട്ടിടങ്ങളിലെല്ലാം പർപ്പിൾ നിറമുള്ള തോരണങ്ങളും ചിത്രങ്ങളും കാണാം. ഐസ്ക്രീം കച്ചവടക്കാരും മറ്റും എവിടെയുമുണ്ട്. വീണ്ടും സ്ട്രീറ്റ് ക്രോസ് ചെയ്ത് നടക്കുകയാണ്. കുറേയേറെ ദൂരം ഇപ്പോൾ നടന്നു കഴിഞ്ഞു. പ്ലാസ മായോറിലൂടെയും പല പല തെരുവുകളിലൂടെയും റിമാക് നദീതീരത്തുകൂടിയുമെല്ലാമായി ഇന്ന് 10 കിലോമീറ്ററെങ്കിലും നടന്നിട്ടുണ്ട്. വഴിയോരത്ത് കിടക്കുന്ന ബസ്സുകളിൽ പോലും പർപ്പിൾ നിറം കാണാം. ഒക്ടോബർ മാസത്തിൽ ലിമയിലെ കാഴ്ചകൾ ഇങ്ങനെയാണ്. ലിമയിലെ സാധാരണ ജീവിതം പുലരുന്ന തെരുവുകളാണിത്. ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള സ്ട്രീറ്റുകളല്ല. പെറൂവിയൻ ജനതയുടെ ഒരു ഒഴിവുദിനവും അവരുടെ വിശ്വാസങ്ങളുമെല്ലാം ഇതിലെയൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ കണ്ടറിയാം. ഇപ്പോൾ ഐക്ക സ്ട്രീറ്റിലേക്ക് നടന്നെത്തിയിരിക്കുന്നു. ഇവിടെയും നല്ല ജനത്തിരക്കുണ്ട്. ആ തിരക്കിനിടയിൽ നിന്ന് ഫുട്ബോൾ കളിക്കുന്നു ചിലർ. ഇവിടെയും തെരുവുകളിൽ കാണുന്നതെല്ലാം സ്വദേശികളെ തന്നെയാണ്. നസറേനാസ് ദേവാലയത്തിലേക്ക് പോകുന്നവരാകാം കൂടുതലും. നേർരേഖ പോലെ നീണ്ടുപോകുന്ന സ്ട്രീറ്റ്. ഇതിലെ നടന്നാൽ പ്ലാസ മായോറിന്റെ സമീപത്തേക്ക് എത്താം. നഗര മാപ്പ് നോക്കി വഴി മനസ്സിലാക്കിയാണ് നടത്തം. പല കെട്ടിടങ്ങൾക്കും മുഷിഞ്ഞ നിറമാണെങ്കിലും മാലിന്യമേതുമില്ലാത്ത തെരുവുകളാണ് ഇതെല്ലാം. ഒരു ജംഗ്ഷനിലേക്ക് എത്തുമ്പോൾ ക്ലാസിക് ചാരുതയുള്ള ഒരു കൽമന്ദിരം കാണാം. ഇതിവിടുത്തെ മുനിസിപ്പൽ തിയേറ്ററാണ്. 1920 ഈ തിയേറ്റർ പ്രവർത്തനം തുടങ്ങിയത്. ബ്ലാങ്കാനിയേവ് എന്നൊരു നാടകം തിയേറ്ററിൽ നടന്നു വരുന്നതായി പോസ്റ്റർ. ഇത്തരത്തിലുള്ള നാടകങ്ങളും ഓപ്പറകളും കൺസേർട്ടുകളും പതിവായി അരങ്ങേറുന്ന ഒരു തിയേറ്ററാണിത്. പെറുവിന്റെ നാഷണൽ സിംഫണി ഓർക്കസ്ട്രയുടെ ആസ്ഥാനം കൂടിയാണ് ഈ തിയേറ്റർ. അത്യാഡംബരങ്ങളോടെയുള്ള ഇരിപ്പിട സംവിധാനങ്ങളും വിശാലമായ വേദിയുമുള്ള തിയേറ്ററാണിത്. ഐക്ക സ്ട്രീറ്റിലൂടെ ഞാൻ വീണ്ടും മുന്നോട്ട് നടന്നു. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള തെരുവാണ്. ഓരങ്ങളിൽ പുതിയ കാലത്ത് ഏച്ചുകെട്ടിപ്പണിത കെട്ടിടങ്ങളൊക്കെ ഉണ്ടെങ്കിലും തെരുവിനെ വൃത്തിയോടെ സംരക്ഷിക്കുന്നുണ്ട്. പഴയ രീതിയിൽ മര ബാൽക്കണിയോട് കൂടിയ കെട്ടിടങ്ങളും പുതിയ കെട്ടിടങ്ങളും ഇടകലർന്നു നിൽക്കുന്നു. കൊളോണിയൽ കാലത്തെ ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച തെരുവുകൾ തന്നെയാണിത്. തെരുവിലൂടെ ഒരു പ്രദക്ഷിണം വരുന്നുണ്ട്. ചെറിയൊരു പ്രദക്ഷിണം. ഒക്ടോബറിലെ എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ലിമയിൽ ഇത്തരം പ്രദക്ഷിണങ്ങൾ പതിവാണ്. ലോർഡ് ഓഫ് മിറക്കിൾസിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന പർപ്പിൾ മന്ത് ആഘോഷങ്ങളുടെ ഭാഗമായുള്ള പ്രദക്ഷിണങ്ങളാണ്. നഗരത്തിന്റെ പല ഭാഗത്തുനിന്നും ഞാൻ നേരത്തെ സന്ദർശിച്ച നസ്രായൻ പള്ളിയിലേക്ക് ഇങ്ങനെ രൂപങ്ങൾ എഴുന്നള്ളിച്ചുകൊണ്ടിരിക്കും. ബാറ്റിൽ ഓഫ് അൻഗാമൂസ് ദിനാഘോഷവും പർപ്പിൾ മന്ത് ആഘോഷവുമെല്ലാം ചേർന്ന് ഈ ദിവസങ്ങളിൽ ലിമയാകെ വലിയൊരു ഉത്സവപ്പറമ്പായി മാറുന്നു. ബാൻഡ് സെറ്റുകാർക്ക് കൊയ്ത്തു ദിനങ്ങളാണ് ഇതെന്ന് തോന്നി. നഗരത്തിലെ ഒരു ബാൻഡ് സംഘത്തിനു പോലും ഇന്ന് ഒഴിവുണ്ടാകില്ല. ഇന്ന് രാവിലെ മുതൽ പ്രദക്ഷിണങ്ങളോടൊപ്പം നിരവധി ബാൻഡ് സെറ്റുകാരെ ഞാൻ കണ്ടുകഴിഞ്ഞു. പെറുവിന്റെ രാഷ്ട്രീയവും കലാസാംസ്കാരിക രംഗങ്ങളുമെല്ലാം മതവിശ്വാസവുമായി കൂടിക്കലർന്നു കിടക്കുകയാണ്. പലപ്പോഴും അന്ധവിശ്വാസമായി മാറുന്ന തീവ്ര മതവിശ്വാസമാണ് പെറൂവിയൻ ജനതയുടേത്. കോളനിവൽക്കരണ കാലത്ത് സ്പാനിഷ് മിഷണറി സംഘങ്ങൾ പെറുവിലെ അമേരിന്ത്യൻ ഗോത്രജനതയ്ക്ക് പകർന്നു നൽകിയ വിശ്വാസ തീവ്രത തന്നെയാണത്. ഇപ്പോൾ മറ്റൊരു ദേവാലയത്തിന് മുന്നിലേക്കാണ് ഞാൻ നടന്നെത്തിയിരിക്കുന്നത്. സെന്റ് അഗസ്റ്റീൻസ് ചർച്ച്.
ബസിലിക്ക ആൻഡ് കോൺവെന്റ് ഓഫ് സാൻ അഗസ്റ്റീൻ എന്നും ഇതറിയപ്പെടുന്നു. പള്ളിയുടെ മുഖമണ്ഡപത്തിലെ ശില്പവിദ്യ അത്യാകർഷകമാണ്. അതൊരു സംരക്ഷിത സ്മാരകം പോലെ വേലിക്കെട്ടിനകത്താക്കിയിരിക്കുന്നു. സ്പാനിഷ് ബറോക്ക് ശൈലിയിലെ അലങ്കാര ശില്പവേലയുടെ മികച്ച ഉദാഹരണമാണ് ഈ മുഖമണ്ഡപം. ഐക്ക സ്ട്രീറ്റിലൂടെ ഞാൻ വീണ്ടും മുന്നോട്ടു നടന്നു. ഇവിടെ കുറെ നാടൻ ഭക്ഷണശാലകളുണ്ട്. മദ്യവും സുലഭം. വിഭവങ്ങളുടെ പേരുകൾ ബോർഡിൽ എഴുതി വച്ചിരിക്കുന്നു. അതിനടുത്തു തന്നെ വില്ല ചിക്കൻ എന്നൊരു സ്ഥാപനമുണ്ട്. വലിയൊരു റെസ്റ്റോറൻ്റാണത്. ഒരു ചെറിയ തെരുവിൻ്റെ ഇരുവശവുമുള്ള കെട്ടിടങ്ങളിൽ വില്ല ചിക്കൻ റെസ്റ്റോറൻ്റാണ് പ്രവർത്തിക്കുന്നത്. ലിമയിലെ പ്രമുഖമായൊരു റെസ്റ്റോറൻറ്റ് ശൃംഖല കൂടിയാണ് വില്ല ചിക്കൻ. ഗ്രിൽഡ് വിഭവങ്ങൾക്ക് പേരുകേട്ട റെസ്റ്റോറൻറ്റ്. നല്ല തിരക്കാണ് റെസ്റ്റോറൻറ്റിൽ. അതിമനോഹരമാണ് ഇതിൻ്റെ സംവിധാനം. ഒരു തെരുവിന് മേൽക്കൂരയിട്ട് അതിന് ചുവട്ടിൽ പല നിരകളിലായി മേശകസേരകൾ സജ്ജീകരിച്ചിരിക്കുന്നു. അതിമനോഹരമായ ഒരു ആംബിയൻസ് ആണിവിടെ. പൗരാണിക ഭാവമുള്ള ഒരു റെസ്റ്റോറൻറ്റ്. രാത്രിയിലാണ് ഇവിടം ഏറ്റവും സജീവമാവുക. നിങ്ങളുടെ സ്വപ്നത്തിലെ ആ യാത്രയ്ക്കായി ഇനി ഒരുങ്ങാം. യൂറോപ്പിന്റെ ഹൃദയഭൂമിയിലൂടെ 13 ദിവസത്തെ സഞ്ചാരം. പ്രമുഖമായ 10 രാജ്യങ്ങളിലൂടെയുള്ള യാത്ര. ഫ്രാൻസിലെ പാരീസ് എന്ന സ്വപ്ന നഗരം. ഈഫൽ ഗോപുരത്തിന് മുകളിൽ നിന്നുള്ള കാഴ്ചകൾ. ബെൽജിയത്തിലെ അറ്റോമിയവും നഗരചത്തുരങ്ങളും. നെതർലാൻഡ്സിലെ സുന്ദര ഗ്രാമങ്ങളും ടുലിപ്പ് ഗാർഡനുകളും. ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റും റൈൻ റിവർ ക്രൂസും. സ്വിസ് ആൽപ്സിലെ ഹിമപർവ്വതങ്ങൾ. അതിനു മുകളിലേക്കുള്ള കേബിൾ കാർ യാത്ര. ലിച്ചൻസ്റ്റൈൻ എന്ന ആൽപൈൻ രാജ്യം. ഓസ്ട്രിയൻ ഗ്രാമഭംഗി. സ്ലൊവേനിയയിലെ പ്രകൃതി അത്ഭുതങ്ങൾ. ഇറ്റലിയുടെ ചരിത്ര നഗരങ്ങളായ വെനീസും പിസയും ഫ്ലോറൻസും റോമും. പിന്നെ വത്തിക്കാനും അവിടുത്തെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയും. സഞ്ചാരത്തിന്റെ സൂപ്പർ ഹിറ്റായി മാറിയ ഈ യാത്രയിൽ പങ്കെടുക്കാൻ ഉടൻ തന്നെ വിളിക്കുക. ഫോൺ 75919 66600. വീണ്ടും യൂണിയൻ സ്ട്രീറ്റിലേക്ക് നടന്നെത്തിയിരിക്കുന്നു. പെഡസ്ട്രിയൻ സ്ട്രീറ്റായ യൂണിയൻ തെരുവ്. ഇവിടെ വഴിയോരത്ത് ഇങ്ങനെ ചില പ്രതിമകളുണ്ട്. അല്പനേരം ശ്രദ്ധിച്ചു നോക്കിയാൽ കാര്യമറിയാം. ജീവനുള്ള പ്രതിമകളാണിത്. പ്രച്ഛന്ന വേഷക്കാർ. മുന്നിൽ വച്ചിരിക്കുന്ന പാത്രത്തിൽ ആരെങ്കിലും പണമിട്ടാൽ ഇവർ അനങ്ങും. പണം കിട്ടിയില്ലെങ്കിൽ പ്രതിമ കണക്കെ നിൽക്കുകയും ചെയ്യും. ഇത്തരത്തിലുള്ള നിരവധി ജീവനുള്ള ശില്പങ്ങളുണ്ട് യൂണിയൻ സ്ട്രീറ്റിൽ. മുന്നോട്ട് നടക്കുമ്പോൾ കൂടുതൽ പ്രതിമകൾ കാണാം. ഇവിടെ ഇതാ സ്വർണ്ണ നിറമുള്ള ഒരു സ്ത്രീ പ്രതിമയും അതിനപ്പുറം ചങ്ങലയിട്ട് നിർത്തിയിരിക്കുന്ന ഒരു ഭടനും. ഇതെല്ലാം ഓരോ മനുഷ്യർ തന്നെയാണെന്ന് ഓർക്കണം. ശില്പങ്ങൾക്കെല്ലാം ഓരോ തീമുണ്ട്. പാത്രത്തിൽ പണം വീഴുന്നതോടെ പ്രതിമ നിശ്ചലഭാവം വെടിയും. പ്രതിമ ചലിക്കുന്നത് കാണുന്നതിനായാണ് ആളുകൾ പണമിടുന്നത്. ചില പ്രത്യേകതരം ആക്ഷനുകൾ. എത്ര പണമിട്ടു എന്നതിനെ ആശ്രയിച്ചാണ് ചലനത്തിന്റെ സമയദൈർഘ്യം. കുറച്ചു പണമേ ഉള്ളൂവെങ്കിൽ പെട്ടെന്ന് തന്നെ ചലനം നിൽക്കും. ഏതായാലും ഇത് കണ്ടു നിൽക്കുക രസമാണ്. സ്വർണ്ണ സ്ത്രീ പ്രതിമ കുറെ നേരമായി അനങ്ങാതെ അങ്ങനെ നിൽക്കുകയാണ്. ഇതിവർക്ക് വലിയൊരു ശിക്ഷ തന്നെയാണെന്ന് എനിക്ക് തോന്നി. കുറെ ആളുകൾ പ്രതിമ ചലിക്കുന്നത് കാണുന്നതിനായി ചുറ്റും കാത്തുനിൽപ്പുണ്ട്. യൂണിയൻ സ്ട്രീറ്റിൽ എപ്പോഴും ജനപ്രളയമായതുകൊണ്ട് പ്രച്ഛന്നവേഷക്കാർക്ക് പ്രേക്ഷകർ കുറയില്ല. തെരുവ് വൃത്തിയാക്കുന്നവർ ആൾക്കൂട്ടത്തിനിടയിലൂടെ നടക്കുന്നത് കാണാം. ദിവസത്തിൽ ഒരു നേരം അടിച്ചു വാരുകയല്ല. മറ്റൊരു തെരുവിലൂടെ നടത്തം തുടരുമ്പോൾ ഇവിടെയുമുണ്ട് ഒരു ജനക്കൂട്ടം. എന്താണ് സംഗതി എന്ന് കാണാൻ ആളുകൾക്കിടയിലൂടെ നൂണ്ടു കയറി.
കാര്യമെന്താണെന്ന് ആദ്യമൊന്നും പിടികിട്ടിയില്ല. ആൾക്കൂട്ടത്തിനു നടുവിൽ ഒരു മധ്യവയസ്കൻ ഒരു പാവയെ ശരീരത്തോട് ചേർത്ത് പിടിച്ചു നിൽക്കുന്നു. അയാളുടെ അത്ര തന്നെ വലിപ്പമുള്ള പാവ. അയാളുടെ ഷൂസും പാവയുടെ ഷൂസും തമ്മിൽ ബന്ധിപ്പിച്ച് തന്റെ ചലനത്തിനൊപ്പം ചലിക്കുന്ന പാവയാക്കി മാറ്റിയിരിക്കുന്നു അതിനെ. ഇവർ രണ്ടുപേരും കൂടി നൃത്തം തുടങ്ങാൻ പോവുകയാണ്. കാണികൾ പണമിടുന്നുണ്ട്. സ്പീക്കറിലൂടെ പാട്ടും ഒഴുകുന്നു. അതിനൊപ്പം കലാകാരനും പാവയും നൃത്തമാടി തുടങ്ങി. രസകരമായ ഒരു പരിപാടി. പിന്നിൽ നിന്ന് കാണുമ്പോൾ ആ മനുഷ്യൻ കാമുകിയുമൊത്ത് നൃത്തമാടുകയാണെന്നേ തോന്നൂ. പാവയാണ് കൂടെ നൃത്തം ചെയ്യുന്നതെന്ന് ആരും പറയില്ല. അതൊരു ഗംഭീര പരിപാടിയായി മാറി. ഇങ്ങനെയുള്ള തെരുവ് കലാകാരന്മാരുടെ വലിയൊരു കേന്ദ്രമാണ് ലിമയുടെ ഹിസ്റ്റോറിക് സെന്റർ. ഐക്ക സ്ട്രീറ്റിന്റെ വടക്കോട്ടുള്ള ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. ഇങ്ങനെയുള്ള ഓരോ തെരുവിലും ഈ സമയം വ്യത്യസ്തതയാർന്ന കലാപ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാവും. എത്രയോ നാളായി ഈ വിധം തെരുവിൽ നൃത്തമാടുന്നയാളാവാം കലാകാരൻ. അയാളുടെ ചലനങ്ങളിൽ പ്രൊഫഷണലിസമുണ്ട്. സംഗീതത്തിനൊത്തുള്ള ചുവടുകളും ഇടയ്ക്ക് ചില തമാശകളുമെല്ലാമായി കാണികളെ രസിപ്പിക്കുകയാണ് അയാൾ. നൃത്തം അവസാനിച്ചു. കൂടി നിന്നവർ കൈയടിച്ചു. കുറെ പേർ പണവും നൽകി. ഞാൻ തെരുവിലൂടെ നടത്തം തുടർന്നു. ഉക്കയാലി സ്ട്രീറ്റ് എന്നാണ് ഐക്ക സ്ട്രീറ്റിന്റെ ഈ ഭാഗം അറിയപ്പെടുന്നത്. ലിമയിൽ ഒരു ചൈന ടൗൺ ഉണ്ട്. ഉക്കയാലി സ്ട്രീറ്റിലൂടെ നേരെ കിഴക്കോട്ട് നടന്നാൽ അവിടെ എത്താം. ലിമയിലെ ചൈന ടൗണിലേക്ക് നടക്കും വഴി ചില ചരിത്ര സ്ഥലങ്ങളും മാർക്കറ്റുകളും ഒക്കെ സന്ദർശിക്കുകയാണ് എന്റെ ലക്ഷ്യം. വഴിയോരത്ത് ഇവിടെയും കാണാം പ്രച്ഛന്ന വേഷക്കാരെ. പ്രേതങ്ങളും പിശാചുക്കളുമാണ് കൂടുതലും. അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു ആളുകൾ. കുട്ടികളെയാണ് ഇവർ പ്രധാനമായും ആകർഷിക്കുന്നത്. കുട്ടികൾ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ എത്തുമ്പോൾ വേഷക്കാരുടെ പെട്ടിയിൽ കൂടുതൽ പണം വീഴുകയും ചെയ്യും. ഇവിടെ ഇങ്ങനെയൊരു മന്ദിരമുണ്ട്. മ്യൂസിയം ഓഫ് സെൻട്രൽ റിസർവ് ബാങ്ക്. പണത്തിന്റെ ചരിത്രം പറയുന്ന മ്യൂസിയമാണ്. 1982 അത് സ്ഥാപിതമായത്. മ്യൂസിയത്തിന് സമീപം ഇങ്ങനെ കുറെ ചരിത്ര മന്ദിരങ്ങളുണ്ട്. ബാൽക്കണികളോട് കൂടിയ കൊട്ടാരങ്ങളും പ്രഭുഭവനങ്ങളും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കെട്ടിടം ഇതാണ്, ടോറെ ടാഗൽ പാലസ്. സ്പെയിനിലും പെറുവിലും ഉന്നതമായ പദവികളുണ്ടായിരുന്ന ഒരു പ്രഭുവിന്റെ വീടായിരുന്നു ഇത്. സാൻ പെഡ്രോ ദേവാലയത്തിന് സമീപത്താണ് ഈ കൊട്ടാരങ്ങൾ. ഞാൻ ടോറെ ടാഗൽ കൊട്ടാരത്തിനകത്തേക്ക് നടന്നു. വലിയ സുരക്ഷയുള്ള കൊട്ടാരമാണ് ഇപ്പോൾ ഇത്. പെറുവിന്റെ വിദേശകാര്യ മന്ത്രാലയം ഈ കൊട്ടാരത്തിലാണെന്നതാണ് അതിന് കാരണം. 18-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ നിർമ്മിതമായ അതിബൃഹത്തായൊരു കൊട്ടാരമാണിത്. ഇതിന് പല നടുമുറ്റങ്ങളുണ്ട്. അതിൽ ഈയൊരു നടുമുറ്റത്തേക്ക് മാത്രമേ സാധാരണ സന്ദർശകരെ പ്രവേശിപ്പിക്കുകയുള്ളൂ. തടി ധാരാളമായി ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ട ഒരു മന്ദിരം. 17-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്തും 18-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിലും സ്പെയിനിലും പെറുവിലും ഉന്നതമായ പദവികളുണ്ടായിരുന്ന ഒരു പ്രഭുവിന്റെ വീടായിരുന്നു ഇത്. ഡോൺ ജോസ് ബെർണാഡോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. സ്പെയിനിലെ പ്രഭുകുടുംബമായിരുന്ന ടാഗലിൽ പിറന്ന ജോസ് ബെർണാഡോ യുവാവായപ്പോൾ സ്പാനിഷ് രാജാവ് ഫിലിപ്പ് അഞ്ചാമന്റെ വിശ്വസ്തനായി തീർന്നു. പല പദവികളും രാജാവ് ജോസ് ബെർണാഡോയ്ക്ക് നൽകിയിരുന്നു.
അക്കാലത്ത് റോയൽ സ്പാനിഷ് ഫ്ലീറ്റ് എന്നറിയപ്പെട്ടിരുന്ന ലോകത്തെ തന്നെ ഏറ്റവും പ്രമുഖമായ നാവികപ്പടയുടെ ട്രഷററായിരുന്നു ജോസ് ബെർണാഡോ. അങ്ങനെയാണ് അദ്ദേഹം പെറുവിലെത്തിയതും ഈ കൊട്ടാരം നിർമ്മിച്ച് അതിൽ സ്ഥിരവാസമുറപ്പിച്ചതും. തന്റെ പദവിയും സമ്പത്തും പ്രതിഫലിക്കുന്ന രീതിയിലാവണം കൊട്ടാരമെന്ന് ജോസ് ബെർണാഡോയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഇതിന്റെ നിർമ്മാണത്തിനായി സ്പെയിനിൽ നിന്നും വിദഗ്ധരായ വാസ്തുശില്പികളെ അദ്ദേഹം കൊണ്ടുവരികയും ചെയ്തു. ആൻഡലൂഷ്യൻ, മോറിഷ്, ഏഷ്യൻ വാസ്തുവിദ്യാശൈലികളുടെ മേളനം ഇതിലുണ്ട്. ടോറെ ടാഗിൽ കൊട്ടാരത്തിന്റെ നേരെ എതിർവശത്ത് മറ്റൊരു കെട്ടിടമുണ്ട്. അതും പ്രാധാന്യമാർന്ന ഒരു നിർമ്മിതിയാണ്. കാസ ഗൊയ്നഷെ. 1771 പണി പൂർത്തിയായ കൊട്ടാരമാണത്. ഇഗ്നേഷ്യോ കവേറോ എന്ന പ്രഭുവിനു വേണ്ടി പണിത കൊട്ടാരം. കാസ ഗൊയ്നഷയുടെ നടുമുറ്റത്തേക്ക് ആളുകളെ കടത്തിവിടില്ല. വലിയൊരു കൊട്ടാരമാണ് ഇതും. അവിടെ നിന്നും തെരുവിലേക്കിറങ്ങുമ്പോൾ എത്തുന്നത് സാൻ പെഡ്രോ ചർച്ചിനടുത്തേക്കാണ്. അതിനു സമീപം ഇക്കാണുന്നത് പബ്ലിക് ഡിഫൻഡേഴ്സ് ഓഫീസാണ്. പെറുവിലെ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് പബ്ലിക് ഡിഫൻഡേഴ്സ് ഓഫീസ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ചൈന ടൗൺ വരെ നീണ്ടുകിടക്കുന്ന തെരുവ് കാണാം. തെരുവിൽ നിറഞ്ഞൊഴുകുന്ന ജനത്തെ കാണാം. എവിടേക്കെല്ലാമോ എന്തിനെല്ലാമോ നീങ്ങുന്ന ജനം. അതിനിടയിലൂടെ ഞാനും നടന്നു.